നമസ്കാരം. എസൻസിൻ്റെ കൊല്ലം യൂണിറ്റിൻ്റെ ഈ ഒരു വാർഷിക പരിപാടിയിലേക്ക് സംസാരിക്കുന്നതിന് എന്നെ ക്ഷണിച്ച എസൻസ് കൊല്ലത്തിൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. പൊന്നാനിയിലെ പ്രശ്നം എന്നൊരു തലക്കെട്ടിലാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. പൊന്നാനിയിൽ വാസ്തവത്തിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ്, മുകേഷാണ്. അപ്പോൾ അദ്ദേഹം CPMൻ്റെ ഒരു സ്വതന്ത്ര MLA ആണ്, നിയമസഭാ സാമാജികനാണ്. അപ്പോൾ നമ്മുടെ കൊല്ലത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള അംഗമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് പുനലൂർ MLA ആണ്. അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണ്, കൂടിയ ആളായി. കൊല്ലത്തെ MLA ഉള്ളൂ, പുനലൂർ മന്ത്രിയുണ്ട്. അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിലെ MLA ആണ്, മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ തലവനാണ്, നിയമസഭയുടെ തലവനാണ്. അതിലും കൂടി ധർമ്മടം മണ്ഡലത്തിലെ ആളുകൾക്ക് മുഖ്യമന്ത്രി കിട്ടി, കൊല്ലത്തെ MLA ഉള്ളൂ. ശബരിനാഥ് MLA അരുവിക്കര MLA ആണ്, പ്രതിപക്ഷത്താണ്. മറ്റേത് ഭരണപക്ഷ MLA ആയിരുന്നു കൊല്ലത്ത്. അപ്പോൾ അരുവിക്കരയിൽ ഇപ്പം പ്രതിപക്ഷത്തെ MLA ഉള്ളൂ. രമേശ് ചെന്നിത്തല അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിലെ MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്. ചിലപ്പോൾ അത് വിനയാവുമെന്ന് അറിയത്തില്ല. ഹരിപ്പാട്ട് പറഞ്ഞാൽ കേൾക്കണ്ടേ, ഗവൺമെൻറ്റിൻ്റെ നേരെ വിപരീതം ആൾ നിൽക്കുകയാണ്. ഇതാണ് പൊന്നാനിയിലെ പ്രശ്നം. ഇവിടെയൊക്കെ MLA ഉണ്ട്, മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ മിണ്ടാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ എന്തു ചെയ്യും? ഈ പൊന്നാനിക്കാരെന്ത് ചെയ്യും? പൊന്നാനിക്കാർക്ക് വോട്ട് ചെയ്യാൻ ആളില്ല, സംസാരിക്കാൻ ആളില്ല, സ്റ്റാറിട്ട ചോദ്യം ചോദിക്കാൻ, നക്ഷത്ര ചിഹ്നോട്ട ചോദ്യം ചോദിക്കാൻ ആളില്ല, നക്ഷത്ര ചിഹ്നോട്ട യഥാർത്ഥ ചോദ്യം ചോദിക്കാൻ ആളില്ല, സ്പീക്കറാണ്. അപ്പോൾ ഇതാണ് പൊന്നാനിയിലെ പ്രശ്നം. എന്ത് ചെയ്യും? പൊന്നാനിക്കാരെന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ചോദ്യം, ഇതാണ് പ്രശ്നം. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി ആ കൺസെപ്റ്റ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പൊന്നാനിയിലെ പ്രശ്നം നമുക്ക് അതിലൂടെ നമുക്ക് പരിഹരിക്കാം. ജനാധിപത്യം നമ്മൾ ഈ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കാലം തൊട്ട് എബ്രഹാം ലിങ്കൻ്റെ നിർവചനമാണ്. പല നിർവചനങ്ങളുണ്ട്, ഡെമോക്രസിക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. എബ്രഹാം ലിങ്കൺ പറഞ്ഞ നിർവചനമാണ് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള നിർവചനം. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം, ഇതാണ് അതിൻ്റെ മലയാളമായിട്ട് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്ത ഭരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആ തിരുവിതാംകൂർ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ടുള്ള സമയത്ത് ഉത്തരവാദിത്ത ഭരണത്തിനുള്ള പ്രക്ഷോഭമാക്കുകയും അന്ന് ദിവാന് വെട്ടേൽക്കുകയൊക്കെ ചെയ്തൊരു സംഭവമുണ്ട്. അതിനുശേഷം ഇന്ത്യൻ യൂണിയനിൽ ആദ്യമായിട്ട് ലയിച്ച രാജ്യമായിരുന്നു തിരുവിതാംകൂർ. വെട്ട് കിട്ടിയപ്പോൾ ആദ്യം ലയിച്ചു. പിന്നെ ജയിക്കേണ്ടെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. വെട്ട് കിട്ടിയപ്പോൾ ആദ്യമേ പോയെങ്കിൽ ലയിച്ചു ഇന്ത്യൻ യൂണിയനിൽ. ഇത് നടക്കുകയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഉത്തരവാദിത്ത ഭരണം വേണം എന്നുള്ളതാണ് ഈ ഫോർ ദ പീപ്പിൾ, അക്കൗണ്ടബിൾ ആയിരിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. ഇതിൽ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പം ഈ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ എന്നുള്ളതാണ്. ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു, ജനങ്ങളാൽ. ഈ ജനങ്ങളാൽ എന്ന് പറയുമ്പോൾ ഏത് ജനങ്ങളാൽ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടണം, അല്ലെങ്കിൽ ജനങ്ങളാൽ ആണ്. ഏത് ജനങ്ങളാൽ? അതേ ജനങ്ങളാൽ വേണം. ഒരു ജനതയെ വേറൊരു ജനത ഭരിച്ചാൽ ജനാധിപത്യമാവോ? അപ്പോൾ ജനങ്ങൾ ഭരിച്ചില്ലേ? ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടനിലെ ജനങ്ങൾ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് വഴി ഭരിക്കുന്നു. ജനങ്ങൾ ഭരിക്കുന്നു. ജനാധിപത്യം ആവില്ല, അതേ ജനങ്ങൾ വേണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ ഏതെങ്കിലും എത്ര തരത്തിലുള്ള വൈജാത്യം ഉണ്ടെങ്കിലും ആ വൈജാത്യം, ഏത് തരത്തിലുള്ള വൈജാത്യത്തെയും അവിടെ പ്രതിനിധീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ലിംഗപരമായിട്ടാണെങ്കിലും, വംശപരമായിട്ടാണെങ്കിലും, ഭാഷാപരമാണെങ്കിലും, പ്രാദേശികമായിട്ടാണെങ്കിലും, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങളും നമുക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു ജനതയെയും വേറൊരു ജനതയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അത് ഡെമോക്രസിയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. അതനുസരിച്ചാണ് നമ്മൾ ബ്രിട്ടീഷുകാരോട് പറയുന്നത് ഇവിടുന്ന് പോകാൻ പറയുന്നത്, അല്ലെങ്കിൽ
വളരെ സിമ്പിളാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യൻ്റെ പൗരന്മാർക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവിടെ ഒരു സഭ പറ്റില്ല. നമ്മുടെ സുപ്രീം ആയിട്ടുള്ള പാർലമെൻറ്റിന് മുകളിൽ വേറൊരു സഭ പറ്റില്ല. അങ്ങനെ ഏത് പരമമായ സഭയുണ്ടെങ്കിലും ആ സഭയിൽ നമുക്കും പ്രാതിനിധ്യം വേണം. അതാണ് എൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നത്. നമുക്കവിടെ പ്രാതിനിധ്യമില്ല. നമുക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സഭ, ഒരു പാർലമെൻറ്റ്, ഒരു ജനതയുടെ പാർലമെൻറ്റ് നമ്മളെ ഭരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിതെളിച്ച ബോസ്റ്റൺ ടീ പാർട്ടിക്ക് മുമ്പ് 1750കളുടെ സമയത്ത് തന്നെ അമേരിക്കയിൽ ഈ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമില്ലെങ്കിൽ നികുതി തരാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ തത്വം. അതാണ് മുദ്രാവാക്യം. 1750കളിൽ തുടങ്ങിയ മുദ്രാവാക്യം. അതിന് ബോസ്റ്റൺ ടീ പാർട്ടിയിലേക്ക് ആ സമയത്ത് മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടാകും. പിന്നീട് അമേരിക്ക സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത്. ഇതിൽ ഈ ഓഫ് ദ പീപ്പിൾ, അത് ജനങ്ങളുടെ ഭരണം, അതാണ് ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അതേ ജനങ്ങളുടെ പ്രതിനിധികളാലാണ് അത് നടക്കുന്നത്. അവിടെയാണ് ഓഫ് ദ പീപ്പിൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ജനാധിപത്യത്തിൻ്റെ നിർവചനം. ഈ കാര്യമാണ് നമ്മുടെ പ്രതിനിധികൾ ഉണ്ടാക്കുന്നൊരു സഭ നമ്മളെ ഭരിക്കുന്നു, നമുക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നു, നമുക്ക് വേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നിടത്താണ് ഇത് നിൽക്കുന്നത്. ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ വി പീപ്പിൾ സെവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അവർ സെൽസ് എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്ന അവിടെ നിന്നാണ്. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അതെങ്ങനെയാണ് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ? അംബേദ്കർ എഴുതിയല്ലേ ഭരണഘടന? അംബേദ്കർ നമ്മുടെ ആരുമല്ലല്ലോ. അംബേദ്കർ നമ്മുടെ ആരുമല്ലേ. പിന്നെ അംബേദ്കർ എഴുതിയ ഭരണഘടനയാണ് നമ്മുടെ അവർ സെൽസ് ആവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഈ പ്രാതിനിധ്യ ജനാധിപത്യം, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അവിടുന്ന് നമുക്ക് തുടങ്ങാം. അപ്പോഴേ നമ്മുടെ ഭരണഘടന നമ്മളെ എങ്ങനെ, അംബേദ്കർ എഴുതിയ ഭരണഘടന എങ്ങനെ നമ്മുടെ ഭരണഘടന ആവുന്നുവെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയ ആവുന്നതെന്നും ഈ പൊന്നാനിയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ മനസ്സിലാവും. നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് അവകാശങ്ങൾ പൗരന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. പൗരന്മാർക്ക് അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അവകാശങ്ങളാണ് സിറ്റിസൺസിന് എന്ത് വേണം? ജസ്റ്റിസ് വേണം, ലിബർട്ടി വേണം, ഇക്വാളിറ്റി വേണം, ഫ്രറ്റേണിറ്റി വേണം, ഇതെല്ലാം വേണം. പക്ഷെ പൗരന്മാർക്ക് അധികാരമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് പൗരന്മാർക്ക് അധികാരം ഉണ്ടെന്നാണ്. പക്ഷെ പൗരന്മാർക്ക് അധികാരമില്ല, ജനങ്ങൾക്ക് അധികാരമുണ്ട്. അപ്പോൾ ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ പൗരന്മാരുടെ കളക്റ്റീവാണ്, പൗരന്മാരുടെ ഒരു സഞ്ചയമാണ് പീപ്പിൾ എന്ന് നമുക്ക് ലളിതമായി പറയാം. പക്ഷേ തെരുവിലിറങ്ങുന്ന ഒരാൾക്കൂട്ടം അത് ജനങ്ങളാവുമോ? പത്രങ്ങൾ എപ്പോഴും പറയും ജനങ്ങൾ തെരുവിലിറങ്ങിയല്ല കടയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് പോയെന്ന് പറയും. അത് ജനങ്ങൾ. അപ്പോൾ പിന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയില്ലേ? കട അടിച്ചു പൊളിച്ച് ജനാധിപത്യ പ്രക്രിയ. ജനങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹർത്താലിന് ജനങ്ങൾ തെരുവിലിറങ്ങി അടിച്ചു പൊളിച്ചിട്ട് പോയി. ഇപ്പോൾ കേസ് എടുത്തിട്ട് ഏതാണ്ട് 750 പേര് ജയിലിൽ കിടക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയ നടത്തിയാണ്. കഷ്ടമായിപ്പോയി. ഈ ആൾക്കൂട്ടം ജനങ്ങളാവില്ല, ജനങ്ങളാവാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ജനങ്ങൾ അതല്ല. ഒരു സംഘം അല്ലെങ്കിൽ ഒരു വ്യൂഹം, ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെയോ അതുപോലെ കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഘം, ഒരു വ്യൂഹം. അത് ഏത് വാക്കുപയോഗിച്ച് പറയണമെന്നുള്ളത് തിട്ടമില്ല. അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ട, അതിന് കൃത്യമായ നേതാവുണ്ട്. നമ്മളൊരു ചെസ്സിലെ പോലെ ആ കൃത്യമായ ഒരു ശ്രേണീബദ്ധമായ ഒരു ഘടന അതിനുണ്ട്. അങ്ങനെ ഒരു സംഘം, ആ സംഘം ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നു, പ്രത്യേക കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നു, എന്തെങ്കിലും ചെയ്തു പോകുന്നു. അത് ജനങ്ങളാവുമോ? ഇല്ല, ഇതൊന്നും ജനങ്ങളല്ല. നമ്മൾ ഇവിടെയൊക്കെ ജനങ്ങളെന്ന് വിളിക്കും. അത് ഭാഷാപരമായി നമുക്ക് ഇതിനൊക്കെ വിളിക്കാം. പക്ഷേ നമ്മൾ ജനാധിപത്യത്തിൽ ഉദ്ദേശിക്കുന്ന ജനങ്ങൾ ഇവിടെ ഒന്നുമല്ല. അവിടെ ഈ സ്വന്തമായും സ്വതന്ത്രമായും നിൽക്കുന്ന പൗരന്മാരുടെ, എങ്ങനെയുള്ള പൗരന്മാരുടെ, അവർക്കെല്ലാ അവകാശങ്ങളുമുണ്ട്. നമ്മൾ ഈ താഴെ നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സ് നടക്കുന്ന ആ മൂന്നാമത്തെ ചിത്രത്തിൽ ഇലക്ട്രൽ പ്രോസസ്സ് നടത്തുന്നത് എങ്ങനെ നമുക്കറിയാം? തോക്കിന് മുന്നേ വെച്ചാൽ നടത്തുന്നത്, വേറെ എങ്ങനെയല്ല. അതെങ്ങനെയാണ്? നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ തോക്കിന് മുന്നേ വെച്ചത്. നമുക്ക് നേരെ ചൂണ്ടിയിട്ടല്ല, നമുക്ക് നേരെ ചൂണ്ടിയിട്ട് അത് ഇന്നത് ചെയ്യാൻ പറയുന്നിടത്തല്ല, നമുക്ക് വേണ്ടി അത് അവിടെ ഉണ്ട്. അങ്ങനെ അത് വെറുതെ സംഭവിക്കുന്നതല്ല. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ തോക്കിന് മുന്നേ വെച്ച് വേണമെങ്കിൽ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ സ്വന്തമായും സ്വതന്ത്രമായും പൗരന്മാർക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്വന്തമായി അവർ ചെയ്യുന്ന അവരുടെ മനസാക്ഷി വോട്ടുകൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ആകത്തുകയുടെ സഞ്ചയമാണ് ജനങ്ങളെന്ന് പറയുന്നത്.
അത് നമ്മൾ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് മറച്ചു വെക്കണമെങ്കിൽ നിങ്ങളുടെ മറച്ചു വയ്ക്കാം, നിങ്ങളൊരു അഭിപ്രായം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ ഈ 3 വശത്ത് മറച്ച ഒരു ടേബിളിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവിടെ പോയി ബാലറ്റ് മെഷീൻ വോട്ടിംഗ് മെഷീനിലായിരിക്കാം, ബാലറ്റ് പേപ്പറിലായിരിക്കാം, അവിടെ ആയിരിക്കും വോട്ട് പെട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു മറവിലാണുള്ളത്. അവിടെ നിങ്ങളായിരിക്കുന്നിടത്താണ്. അങ്ങനെ നിങ്ങളായിരിക്കുന്ന അത്തരം അഭിപ്രായങ്ങളുടെ സഞ്ചയമാണ് ജനങ്ങൾ. അത് നിങ്ങൾ തെരുവിലേക്ക് നിങ്ങൾ വലിച്ചഴക്കപ്പെട്ടിട്ട് നിങ്ങൾ തോക്കുനുമിൽ നിർത്തി നിങ്ങളുടെ അഭിപ്രായത്തെ വളച്ചൊടിക്കുന്നിടത്തല്ല, അല്ലെങ്കിൽ ഏതൊരു ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് കയറിയിട്ട് നിങ്ങൾ ആ ആൾക്കൂട്ടത്തിനൊത്ത് നിങ്ങൾ വൈകാരികമായി പ്രവർത്തിക്കുന്നതിനല്ല ജനാധിപത്യം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം വൈകാരികതകളുടെ ഒരു സഞ്ചയത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ല. അപ്പോൾ ഈ സഞ്ചയം, ഈ വ്യൂഹം, ഈ സഞ്ചയം, ഈ കളക്റ്റീവ്, അങ്ങനെ ഈ പൗരന്മാരുടെ ഈ സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കുന്ന അതിന് അവകാശമുള്ള അതിന് അവസരമുള്ള പൗരന്മാരുടെ സഞ്ചയത്തെയാണ് നമ്മൾ ജനങ്ങളെന്നുകൊണ്ട് ജനാധിപത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണ് അധികാരം? ഈ സെവറൻറ്റി അല്ലെങ്കിൽ പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ്? അത് ഈ കളക്റ്റീവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് കളക്റ്റീവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിൽ എനിക്കോ നിങ്ങളിൽ ഒരു പൗരനോ ഒരു അധികാരവുമില്ല, ഒരു എക്സിക്യൂട്ടീവ് അധികാരവുമില്ല. നമുക്കത് ഉത്തമ ബോധ്യമാണ്. നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് അധികാരമില്ല, നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്, എല്ലാ മൗലിക അവകാശങ്ങളും നമുക്കുണ്ടായിരിക്കുമ്പോൾ യാതൊരു എക്സിക്യൂട്ടീവ് അധികാരവും പൗരനില്ല. നിങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പരമാധികാരമില്ല, ജനങ്ങൾക്ക് പരമാധികാരമില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ട് വില്ലേജ് ഓഫീസറെ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പഞ്ചായത്ത് സെക്രട്ടറി ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ എക്സിക്യൂട്ടീവ് അധികാരം ഇല്ല. അധികാരമുണ്ട്, കളക്റ്റീവിന് അധികാരമുണ്ട്, പക്ഷേ അതിലെ ഒരു അംഗത്തിന് അധികാരമില്ല. അപ്പോൾ ഈ കളക്റ്റീവ് എന്ത് ചെയ്യും? കളക്റ്റീവ്, ഈ ജനങ്ങളെന്ന് പറഞ്ഞ കളക്റ്റീവ്, അതിൽ നിക്ഷിപ്തമായ അധികാരമുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരമാധികാരമുണ്ട്. നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ അർത്ഥം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരമാധികാരമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പരമാധികാരമുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് പരമാധികാരം ഇല്ല. അവിടെ പീപ്പിളുണ്ട്, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് പരമാധികാരമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മേലെ ഇന്ത്യയിലെ ജനങ്ങളെന്ന വേറൊരു കളക്റ്റീവ് ഉണ്ട്, അതിൽ നമ്മൾ അംഗമാണ്, അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പരമാധികാരമില്ല, കേരളത്തിലെ പൗരന്മാർക്കും പരമാധികാരമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ സ്റ്റേറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ അധികാരമുണ്ട്. അത് ഭരണഘടനാദത്തമായ അധികാരമുണ്ട്. ആ അധികാരം കേരളത്തിലാണെങ്കിൽ അങ്ങനെ കിട്ടിയ അധികാരം, ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന പരമാധികാരം, ഈ കളക്റ്റീവിൽ നിക്ഷിപ്തമായ പരമാധികാരം നമ്മൾ ഇലക്ട്രൽ പ്രോസസ്സ് വഴി അടുത്ത പ്രതിനിധി സഭയിൽ മാറുന്നു. അവിടെയാണ് നമ്മുടെ ഈ കളക്റ്റീവ് അധികാരം വിനിയോഗിക്കുന്നത്. അങ്ങനെയാണ് ആ ജനാധിപത്യ പ്രക്രിയ, അങ്ങനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ പ്രതിനിധി വഴി നമ്മൾ ഈ നിയമസഭയിലേക്ക്, പാർലമെൻറ്റിലേക്ക് നമ്മുടെ പ്രതിനിധികളെ അയക്കുന്നു, അവിടെ എത്തുന്നു. അപ്പോൾ ഈ പ്രതിനിധികൾ എന്ത് ചെയ്യും? ഈ പ്രതിനിധികൾ അവിടെ ഒരു സഭ നിർമ്മിക്കുന്നു, നിയമസഭ, പാർലമെൻറ്റ്, നമുക്ക് പലതരത്തിൽ കൗൺസിൽ, അങ്ങനെ പലതരത്തിൽ വിളിക്കാം. അപ്പോൾ ആ സ്റ്റേറ്റിന് ലഭ്യമായ അധികാരം, നിയമനിർമ്മാണത്തിന്, ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ ലഭ്യമായ അധികാരം ചട്ടക്കൂടുകൾക്കനുസരിച്ച് അവരവിടെ ചെയ്യുന്നു. ഇവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ MLAക്ക് അധികാരമുണ്ടോ? അടുത്ത ചോദ്യം. പൗരൻ്റെ അധികാരത്തെക്കുറിച്ചും കളക്റ്റീവിൻ്റെ അധികാരത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ നിയമസഭയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ പുതിയ കളക്റ്റീവിലേക്ക് നമ്മൾ അധികാരം കൈമാറി. അപ്പം MLAക്ക് അധികാരമുണ്ടോ? MLAക്ക് അധികാരമില്ല, MLAക്ക് പവറില്ല, ഒരു സംശയവും വേണ്ട. നമ്മുടെ പ്രതിനിധികൾക്ക് അധികാരമില്ല, എക്സിക്യൂട്ടീവ് അധികാരമില്ല, അബ്സല്യൂട്ട്ലി എക്സിക്യൂട്ടീവ് അധികാരമില്ല. ഒരു MLAക്കും ഇല്ല. ഇവർ പറയില്ല. പക്ഷേ പ്രാദേശിക വികസനത്തിനുള്ള ഫണ്ടൊക്കെ ഉണ്ട്. പക്ഷേ പ്രാദേശിക വികസന ഫണ്ട് ജില്ലാതലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലാണ് ചെലവഴിക്കുന്നത്. അതൊക്കെ പുതുതായിട്ട് 1990കളുടെ സമയത്ത് ജനാധിപത്യത്തെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് വന്ന സംഗതികളുടെ ഭാഗമായിട്ട് വന്നതാണ്. ജനാധിപത്യത്തിൽ ഈ പ്രാദേശിക ജനാധിപത്യത്തിൽ പ്രതിനിധികൾക്ക് അധികാരമില്ല. ആർക്കാ അധികാരമുള്ളത്? നിയമസഭ എന്ന കളക്റ്റീവിന്, ആ സഞ്ചയത്തിന് അധികാരമുണ്ട്. എന്തധികാരമുണ്ട്? ആ ജനങ്ങളിൽ നിക്ഷിപ്തമായ പരമാധികാരമോ അധികാരമോ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അധികാരം ആ നിയമസഭയ്ക്കുണ്ട്. ഇലക്ട്രൽ പ്രോസസ്സ് വഴി കൈമാറി കിട്ടിയ അധികാരം മുഴുവൻ ആ സഞ്ചയത്തിനുണ്ട്, ആ നിയമസഭയ്ക്കുണ്ട്. പക്ഷേ അതിലൊരംഗത്തിന് ഒരധികാരവുമില്ല. ഒരു MLA വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അബ്സല്യൂട്ട്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എക്സിക്യൂട്ടീവ് അധികാരം ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും ട്രാൻസ്ഫർ ചെയ്യാനോ ആരെയും ഡിസ്മിസ് ചെയ്യാനോ ആരെയും കയറ്റാനോ ഇറക്കാനോ ഒന്നും പറ്റില്ല. ഒരു എക്സിക്യൂട്ടീവ് അധികാരവുമില്ല. എക്സിക്യൂട്ടീവ് അധികാരം ഈ സഭയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ സഭ എന്ത് ചെയ്യും? സഭയ്ക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ഈ അധികാരം, ഈ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് ചെയ്യും. ഏത്? സഭ ചെയ്യും. MLA അല്ല, MP അല്ല. ആര്? സഭ. ആ കളക്റ്റീവ് മാത്രമേ ചെയ്യാൻ പറ്റൂ. MLA, നമ്മുടെ നിയമസഭയുടെ കോറം എത്രയാണ്? 10 അല്ലെങ്കിൽ 10 ഉണ്ടെങ്കിൽ കോറമായി.
ഏതാ കൂടുതലും അത്രയും. അപ്പോൾ കേരളത്തിലാണ് 141 MLA മാരുണ്ട്. അപ്പം അതിൻ്റെ 10-1 അതിൽ കൂടുതൽ വേണം. അപ്പോൾ 15 പേര് വേണ്ടി വരും. 15 പേരുണ്ടെങ്കിൽ കോറം തികഞ്ഞു. നിയമസഭ എന്ന സഞ്ചയത്തിൻ്റെ കോറം തികഞ്ഞു. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് അധികാരം നിയമസഭയ്ക്ക് പ്രയോഗിക്കാൻ പറ്റും. അതിലൊരാൾ അധ്യക്ഷനായിരുന്നാൽ മതി, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സഞ്ചയത്തിനാണ് അധികാരമുള്ളത്. ഇതിലൊരാൾ അങ്ങോട്ട് മാറിയോ ഒരാൾ ഇങ്ങോട്ട് കയറിയതുകൊണ്ടോ ഒന്നും ഇതിൻ്റെ അധികാരത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അടുത്ത പ്രക്രിയ എന്താണ്? നമ്മൾ നിയമസഭ ഉണ്ടാക്കി, ആ കളക്റ്റീവിന് അധികാരമുണ്ട്. അപ്പോൾ കളക്റ്റീവ് എന്ത് ചെയ്യും? കളക്റ്റീവിന് ദിവസവും ഈ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കളക്റ്റീവിന് അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്, അതിൻ്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പീക്കറെ വേണ്ടി വരും, ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ വേണ്ടി വരും. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേറൊരു കമ്മിറ്റി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടോ? മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. എന്താ കാര്യം? ഈ കളക്റ്റീവ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. അതാണ് ഇലക്ട്രൽ പ്രോസസ്സ് വഴി ഇവിടുത്തെ ജനങ്ങളെന്ന സഞ്ചയം, പൗരന്മാരെന്ന അവരുടെ സഞ്ചയം, ഒരാളല്ല, ജനങ്ങളെന്ന സഞ്ചയം, ആ കളക്റ്റീവ്, നിയമസഭ എന്ന കളക്റ്റീവിനെ, അധികാരമുള്ള കളക്റ്റീവിനെ ഇലക്ട്രൽ പ്രോസസ്സ് വഴി തിരഞ്ഞെടുത്തു. ആ കളക്റ്റീവ്, അധികാരമുള്ള കളക്റ്റീവ് അതിൻ്റെ നേതാവിനെ ഇലക്ട്രൽ പ്രോസസ്സ് വഴി തിരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹത്തിന് അധികാരമുണ്ട്. യാതൊരു സംശയമുണ്ട്, അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. മന്ത്രിമാർക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് മന്ത്രിസഭ നിലവിൽ വരുന്നത്. അവിടെ അധികാരമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ഈ MLA-മാർക്ക് അധികാരമില്ല. സംശയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത്? അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കളക്റ്റീവിനെ കുറിച്ചും നമ്മൾ ഈ കളക്റ്റീവിന് മാത്രമേ അധികാരമുള്ളൂ എന്നും അതിലെ അംഗങ്ങൾക്ക് അധികാരമില്ലെന്നും, അവർക്ക് അവകാശങ്ങളുണ്ട്, തീർച്ചയായിട്ടും അവകാശങ്ങളുണ്ട്, അവർക്ക് പ്രിവിലേജസ് ഉണ്ട്, അവർക്ക് അതിൽ ചെയ്യുന്നതിനുള്ള ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് അധികാരവും ഇല്ല. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടേതാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളറിയണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സംഭവം. നേരത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകൾ പലതുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഗവർണർ ജനറൽസ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൗൺസിലുണ്ടായിരുന്നു. കൗൺസിൽ ഓഫ് ഇന്ത്യ, ജനറൽ കൗൺസിൽ ഓഫ്, സുപ്രീം കൗൺസിൽ ഓഫ് ബംഗാൾ, ഇങ്ങനെ ഒരുപാട് കൗൺസിലുകൾ പല സമയത്തും ഉണ്ടായിരുന്നു. ഇതൊക്കെ അടിസ്ഥാനപരമായി പ്രതിനിധി സഭയൊന്നും ആയിരുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പോലെയുള്ള ഒരു സംഗതികളേ ഉള്ളൂ. ഇതൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതോ അവ കമ്പനിയുടെ അംഗങ്ങളൊക്കെ തന്നെ വരുന്ന കൗൺസിൽസാണ്. അതിൽ ഇന്ത്യക്കാരും പല സമയത്തും അംഗങ്ങളായിട്ടുണ്ട്. പിന്നീട് 1980 ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു. ആ സമയത്ത് പല കൗൺസിലുണ്ട്. ഇതെല്ലാം പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ക്രൗൺ തന്നെ ഇവിടുത്തെ അധികാരം എടുക്കുന്ന ഒരു അവസരമുണ്ടായി. അതിനുശേഷം ബ്രിട്ടീഷ് ക്രൗൺ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളായിരുന്നു. ആദ്യം 3, പിന്നെ 4, പിന്നെ 12 വരെ എത്തുന്ന അവസരമുണ്ട്. ഇതിൽ ചില സമയത്ത് ഇന്ത്യക്കാർ അംഗങ്ങളായിരുന്നു, പല സമയത്ത് ഇന്ത്യക്കാർ പങ്കെടുക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ IPCയും CRPCയും ഒക്കെ പാസ്സാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നമ്മൾ ഇന്ന് നിലനിർത്തുന്ന ഇത് ഈ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അത് നിർമ്മാണ സഭയായിരുന്നു, അവിടെയാണ് ചർച്ച ചെയ്ത് പാസ്സാക്കിയത്. ആദ്യമായി നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു കൗൺസിൽ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഒരു സഭ നമ്മൾ ഉണ്ടാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രതിനിധി സഭ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ്. 1946 എല്ലാ പ്രവിശ്യകളിലും തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ പ്രവിശ്യ അസംബ്ലികളുണ്ടാക്കി, പ്രൊവിൻഷ്യൽ അസംബ്ലീസ് ഉണ്ടാക്കി. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ അസംബ്ലി ഉണ്ടായിരുന്നു, മദ്രാസിൽ അസംബ്ലി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സ്ഥലത്തും അസംബ്ലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന്, മലബാറിൽ നിന്ന്, മദ്രാസ് പിന്നെ പ്രൊവിൻസിൽ നിന്നൊക്കെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, പ്രവിശ്യകളിലെ സഭകളിൽ നിന്ന് ഇൻഡയറക്റ്റായ ഇലക്ഷൻ, നേരിട്ടുള്ളതല്ലാത്ത തെരഞ്ഞെടുപ്പുകൾ വഴി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കി. ഇതെന്ത് സഭയാണ്? അത് ജനസഭയാണ്. നേരിട്ടല്ല, പക്ഷേ ഈ അധികാരം ജനങ്ങളിലെ എന്ന കളക്റ്റീവിലുള്ള അധികാരം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വഴി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് കൊടുത്തു. അങ്ങനെയാണ് ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് വരുന്നത്. ഏതിന് വരുന്നത്? അംബേദ്കറിനല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് അങ്ങനെയാണ് അധികാരം വരുന്നത്. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ എന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് അതിനുള്ള അധികാരം വന്നു. അപ്പോൾ ആ അധികാരം അതിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് എന്നുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു
അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ കഴിവിലോ പ്രാപ്തിയിലോ ഉള്ള ഒരു അവിശ്വാസത്തിൻ്റെയും കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. അദ്ദേഹം ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് മറ്റ് അംഗങ്ങളുണ്ടായിരുന്നു, മറ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹം കഴിവുറ്റ ആളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നത്. ഈ ഡ്രാഫ്റ്റ് പലതവണ പല രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ചർച്ച ചെയ്തതിന് ശേഷം അത് പാസ്സാക്കി. ആര് പാസ്സാക്കി? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പാസ്സാക്കി. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കളക്റ്റീവായിട്ടുള്ള സഞ്ചയമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സഞ്ചയമായിട്ടുള്ള ഈ കളക്റ്റീവ് ഇതിപ്പോൾ 1946 ഇപ്പോൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ അന്ന് വിഭജിക്കപ്പെട്ടിട്ടില്ല. ആദ്യം 389 അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുണ്ടായിരുന്നു. ഈ 389 അംഗങ്ങൾ എന്ന് വെച്ചാൽ ഇന്നത്തെ ബംഗ്ലാദേശിലും ഇന്നത്തെ പാകിസ്ഥാനിലും ഒക്കെ പെടുന്ന പ്രദേശങ്ങളിൽ എന്ന് പറയുന്ന അംഗങ്ങളുണ്ടായിരുന്നു. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം പുതിയ തിരഞ്ഞെടുപ്പ് നടത്തിയില്ല. പകരം അവിടെ നിന്ന് ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുമുള്ള അംഗങ്ങളെ മാറ്റിയതിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി പുനഃസംഘടിപ്പിച്ചു. ജനാധിപത്യം വളരെ സിമ്പിൾ ആൻഡ് പവർഫുള്ളാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഒത്തുചേരാനും നമുക്ക് പിരിഞ്ഞു പോകാനും എളുപ്പമാണ്. വളരെ സിമ്പിളാണ്. കാരണം അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ജനങ്ങളിലാണ്. ജനങ്ങൾക്ക് പിരിയണമെങ്കിൽ പിരിയാം, വളരെ സിമ്പിളാണ്. ജനങ്ങൾക്ക് ഒത്തുചേരാം, വളരെ സിമ്പിളാണ്. ഒരു രാജാവിൻ്റെയും ഒരു രാജകുടുംബത്തിൻ്റെയും പ്രശ്നം വരുന്നില്ല. കാരണം അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ജനങ്ങളെന്ന സഞ്ചയത്തിലാണ്, ഒരു വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ അല്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ മാറ്റിയതിന് ശേഷം പുനഃസംഘടിപ്പിച്ചു. ഈ പുനഃസംഘടിപ്പിക്കപ്പെട്ട 299 അംഗങ്ങളുള്ള പ്രതിനിധി സഭയാണ് എന്ത് പാസ്സാക്കിയത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയത്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ വി ദ പീപ്പിൾ വരുന്നത്. വി ദ പീപ്പിൾ, നമ്മൾ ഈ ജനങ്ങൾ എന്ന സഞ്ചയം, നമ്മൾക്ക് വേണ്ടി നമ്മളാൽ നിർമ്മിച്ച നമ്മുടെ ഭരണഘടന വരുന്നത് ഇങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഇലക്ട്രൽ പ്രോസസ്സ്. അംബേദ്കർ എഴുതി വെച്ച് രായ്ക്ക് രാമായണം കെട്ടിവെച്ചു എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയല്ല. അതൊരു ഇലക്ട്രൽ പ്രോസസ്സ് വഴി നിർമ്മിക്കപ്പെട്ടൊരു അധികാരമുള്ള സഞ്ചയം വഴിയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അവർ സെൽസ്, നമുക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ചത്. ഇതിൽ പൗരന്മാരെക്കുറിച്ച് ജനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഇത് വരുന്നത്. സക്കറിയയുടെ നമ്മുടെ ഒത്തിരി രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കിയ ഒരു പ്രസംഗമുണ്ട്, ഒരു പ്രഭാഷണ ശകലം നമ്മൾ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. ഇങ്ങനെ അദ്ദേഹം ഇത് വിശദമായി പിന്നീട് സംസാരിക്കാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മന്ത്രി അധികാരമുള്ള ആളെപ്പോലെ നടിക്കുന്നു. അദ്ദേഹം ശരിക്കും നമ്മുടെ വേലക്കാരനാണ്. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ വെട്ടി വിറയ്ക്കുന്നു. പോലീസുകാരുടെ സുരക്ഷ അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹത്തെ പിടിപ്പിക്കുന്നു, വ്യഭിചരിക്കാൻ പൈസ കൊടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്ന പ്രഭാഷണത്തിലെ സാധനമാണ് ഈ പറയുന്നത്. ഒരുപാട് പേര് ജനാധിപത്യം നമ്മൾ മനസ്സിലാക്കുമെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും പിന്നെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ അത് മന്ത്രി യഥാർത്ഥത്തിൽ അധികാരമില്ലാത്ത ദാസനാണോ? അല്ല, നമ്മൾ കണ്ടു മന്ത്രിക്ക് അധികാരമുണ്ട്, സംശയമൊന്നും വേണ്ട. പൗരൻ അധികാരമുള്ള ആളാണോ? അദ്ദേഹം വിചാരിക്കുന്ന പോലെ അങ്ങനെയാണോ? അല്ല. പൗരന് അവകാശങ്ങളുണ്ട്, സംശയം ഒന്നും വേണ്ട കാര്യത്തിൽ. പൗരൻ്റെ അവകാശത്തിന്മേൽ തന്നെയാണ് ജനാധിപത്യം കെട്ടിപ്പോക്കിയത്, പക്ഷേ പൗരൻ്റെ അധികാരത്തിന്മേലല്ല. അപ്പം അവിടെ ഈ പറയുന്ന കാര്യം തെറ്റാണ്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ അധികാരമുള്ള ആൾക്ക് സംരക്ഷണം കൊടുക്കണം. അത് വളരെ സിമ്പിളാണോ? അത് ആ അധികാരം ഉള്ള ആൾക്ക് അത് കൊടുത്തേ പറ്റും. എങ്കിൽ ആ ആൾക്ക് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളെന്ന സഞ്ചയം ഏൽപ്പിച്ചെടുത്ത ഉത്തരവാദിത്തം ഈ മന്ത്രിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടെങ്കിലേ പറ്റൂ. നമുക്കൊരു വോട്ട് ചെയ്യാൻ പോലും നമുക്ക് തോക്കിന് മുന്നോട്ട് സംരക്ഷണം വേണമെങ്കിൽ ഈ മുഴുവൻ സഞ്ചയത്തിൻ്റെയും അധികാരം കിട്ടുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അത് പ്രയോഗിക്കണമെങ്കിൽ സംരക്ഷണം വേണം. സ്വാഭാവികമാണ്. അതൊന്നും തെറ്റൊന്നുമില്ല. അപ്പോൾ പൊന്നാനിയിലെ പ്രശ്നം ഏതാണ്ട് സോൾവായി. നമുക്ക് ഇതോട് പറഞ്ഞിട്ട് നിർത്താം. അധികാരം കൈമാറുന്നത് ആ കളക്റ്റീവിനാണ്, ആ സഞ്ചയത്തിനാണ് അധികാരമുള്ളത്. പൊന്നാനിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പൊന്നാനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഒരുപാട് MLA-മാരുണ്ട്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. അവിടെ നിയമനിർമ്മാണം നടത്തുമ്പോൾ, അവിടെ നക്ഷത്രച്ചിഹ്നോടെ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ, അതിനൊക്കെ ഈ കമ്മിറ്റികളിൽ അംഗമായിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ഒരുപാട് MLA-മാരുണ്ട്. ഒരു പ്രശ്നവുമില്ല. കാരണം ആ കളക്റ്റീവിനാണ് നമ്മൾ അധികാരം കൈമാറിയത്. കളക്റ്റീവിന് മാത്രമേ നമ്മൾ അധികാരം കൈമാറിയിട്ടുള്ളൂ. പൊന്നാനിയിലെ MLA-ക്ക് പ്രത്യേകിച്ചൊന്നും നമ്മൾ കൈമാറിയിട്ടില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പൊന്നാനിയുടെ മാത്രം പ്രതിനിധിയല്ല. ഓരോ MLA-യും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. അതിന് സംശയം വേണ്ട.
നമുക്ക് കൂടുതൽ നന്നായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടുന്ന സമയത്ത് അവതരിപ്പിക്കണമെന്ന് തോന്നുന്ന ഏത് MLA വേണമെങ്കിലും നമുക്ക് സമീപിക്കാൻ പറ്റും. അവിടെ അവതരിപ്പിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. കാരണം തീരുമാനം എടുക്കുന്നത് കളക്റ്റീവാണ്. അത് ഓരോന്നും ബജറ്റാണെങ്കിലും ധനാഭ്യർത്ഥനയാണെങ്കിലും ബില്ലുകളാണെങ്കിലും ചട്ടങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് തീരുമാനമെടുക്കുന്നത് സഭയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് അനുച്ഛേദങ്ങളിൽ ഇങ്ങനെ ദ അസംബ്ലി ഷാൾ ഹാവ് പവർ, ദ പാർലമെൻറ്റ് ഷാൾ ഹാവ് പവർ, അങ്ങനെ ഈ ഷാൾ ഹാവ് പവർ ഇങ്ങനെ പറഞ്ഞു വന്ന ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, ഒരുപാട് അനുച്ഛേദങ്ങളുണ്ട്. സെക്ഷൻസ് അല്ല, ഒരുപാട് അനുച്ഛേദങ്ങളുണ്ട്. ഇതിലൊന്നും MP ഷാൾ ഹാവ് പവർ അല്ലെങ്കിൽ മെമ്പർ ഷാൾ ഹാവ് പവർ എന്ന് പറയുന്നില്ല. എല്ലാം കളക്റ്റീവിനാണ്. ആ പാർലമെൻറ്റിന്, ആ നിയമസഭയ്ക്ക് പവറുണ്ട്. അപ്പോൾ ഇതാണ് പൊന്നാനിയുടെ സൊല്യൂഷൻ. പൊന്നാനിക്ക് ഒരുപാട് MLA-മാരുണ്ട്, ഒരുപാട് നാവുകളുണ്ട്, അവിടെ ഒന്നും പ്രശ്നമില്ല. ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. അത് നിർവഹിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.